സ്പീഡിന് വന്ന് ഇടിച്ച് പുള്ളി തെറിച്ച് മതിൽ ചെന്ന് ഇടിച്ച് തറയെ വീഴുകയാണ് ചെയ്തത്. മതിലഹരിയിലോ വല്ല മറ്റു വല്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ 3 പേരധികം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുകയോ ബ്രേക്ക് ചെയ്യാനോ അവർ തയ്യാറായില്ല. നമസ്കാരം. വർക്കല 28 മൈലാണ്. ഇവിടെ രാവിലെ അതിദാരുണമായൊരു സംഭവം നടന്നു. മറ്റൊന്നുമല്ല, ഇവിടെ ഈ ശ്രീരാഗം എന്ന വീട്ടിൽ, ഉത്തരമൈലത്തുള്ള ശ്രീരാഗം എന്ന വീട്ടിൽ താമസിക്കുന്ന തുളസീധരൻ എന്ന ആൾ, അദ്ദേഹം 66 വയസ്സുണ്ട്, പ്രവാസിയായിരുന്നു. അദ്ദേഹം രാവിലെ എന്നും ചെയ്യുന്നത് പോലെ പ്രവാസവാരിക്ക് പോയി. പക്ഷേ പോകുന്ന വഴിക്ക് വെച്ച് അദ്ദേഹത്തെ ഒരു നീല ആൾട്ടോ എന്ന് സംശയിക്കുന്ന, നീല ആൾട്ടോ ആണെന്ന് പറയുന്നു, ദൃശ്യങ്ങളിലൊക്കെ അതാണ് കാണിക്കുന്നത്, ഒരു നീല ആൾട്ടോ അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ചു. ആ വണ്ടി നിർത്താതെ പോയി, അദ്ദേഹം മരിച്ചു. ശരി, ഡേട്ടാ പുള്ളി സ്ഥിരം നടക്കാൻ പറഞ്ഞ ആളാണ്. പുള്ളി വർഷങ്ങളോളം നടക്കാൻ പോണ വ്യക്തിയാണ്. പുള്ളിക്ക് ഷുഗറും ഒക്കെ ഉള്ള ആളാണ്. ഗൾഫിൽ നിന്ന് വന്നോടനെ കുറച്ച് ആളായി തോനെ ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി വന്നതിന് ശേഷം പുള്ളി രാവിലെ ഉള്ളതാണ്, സ്ഥിരം പതിവാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. ഈ നമുക്ക് സംശയം വരുന്നത് ഈ ഇടിച്ച കാർ നിർത്താതെ പോയെന്ന്, ഇടിച്ച കാറ് ആ വിഷ്വലിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അത് വണ്ടി ഹൈ സ്പീഡിന് വന്ന് ഇടിച്ച് പുള്ളി തെറിച്ച് മതിൽ ചെന്ന് ഇടിച്ച് തറയെ വീഴുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും ആ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുകയോ ബ്രേക്ക് ചെയ്യാനോ അവർ തയ്യാറായില്ല. ഈ വണ്ടി പൈവേലിക്കോണം കഴിഞ്ഞതിന് ശേഷം ഇടവനിലയ്ക്ക് ഇടയ്ക്ക് വെള്ളക്കെട്ടിൻ്റെ അവിടെ പോയി അവിടെ ഇട്ട് ഇവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളും സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന വരവിനാണ് ഈ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഈ വാഹനം 28 മൈലിൽ ചെന്ന് ചെറുട്ടിക്കാവ് ക്ഷേത്രത്തിലോട്ടാണ് തിരിഞ്ഞു പോയിരിക്കുന്നത്. അപ്പം അവിടെയെങ്കിലും നമ്പർ കിട്ടിയിട്ടില്ല. നമ്പറുകൾ എല്ലാ CCTVകളും പരിശോധിക്കുന്നുണ്ട്. അത് നമ്പർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ കിട്ടി വണ്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ 5:50 മറ്റൊന്നാണ് ഞാൻ പറഞ്ഞത്. 5:50 തന്നെയാണ്. 5:50 CCTVകളിൽ എല്ലാം സമയം പറഞ്ഞേക്കുന്നത് 5:50, 5:40 തൊട്ട് 6-നകത്ത് വെച്ചാണ് സംഭവം. 5:50, 5:54. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്, ഇവിടെ നിന്ന് ആ അപകടം നടന്ന സ്ഥലം വരെ എത്ര ദൂരമുണ്ട്? ഏകദേശം ഇവിടെ നിന്ന് ഒരു 150 മീറ്ററേ വരുള്ളൂ. അത്രേ ഉള്ളൂ. സാധാരണ പുള്ളി ഏത് ദൂരം വരെ നടക്കാൻ പോകും? പുള്ളി അങ്ങ് പൈവേലിക്കോണം കഴിഞ്ഞപ്പോൾ ഇടവനില വരെ നടന്നിട്ടാണ് വരുന്നത്. മിക്കവാറും 150 മീറ്ററേ ഉള്ളൂ. 150 മീറ്ററേ ഉള്ളൂ. ഇപ്പം വീട്ടുകാർക്ക് അറിഞ്ഞപ്പോൾ അപ്പം തന്നെ അറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇത് മരണം അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടില്ല അവരാരും. പുള്ളി അങ്ങനെ വേറെ പ്രശ്നക്കാരനൊന്നുമില്ല. വേറെ ഒരു ഈ പ്രവാസം കഴിഞ്ഞിട്ട് വന്നിട്ട് പുള്ളി എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ട്? പുള്ളി അങ്ങനെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. പ്രവാസം കഴിഞ്ഞ് മക്കള് വിദ്യാഭ്യാസം, അത് കഴിഞ്ഞിട്ട് 2 പേരിപ്പം വിദേശത്താണ്. മോള് പഠിക്കുന്നുണ്ട്. പുള്ളി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ സമാധാനപരമായി ജീവിച്ച ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലേക്കാണ് പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ മരണം കടന്നു വന്നത്. എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ പ്രവാസവരിക്ക് വേണ്ടി ഇറങ്ങിയതായിരുന്നു അദ്ദേഹം, തുളസീധരൻ. അദ്ദേഹം ഇന്നും പോയി. ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ അകലെയാണ് ഈ ഒരു ആക്സിഡന്റ് നടന്നത്. പ്രതീക്ഷിക്കാത്തൊരു മരണമായി പോയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത. ചേട്ടാ, അദ്ദേഹത്തിൻ്റെ ആരാണ്? ഞങ്ങള് ബന്ധുക്കളാണ്, അടുത്ത സുഹൃത്തുക്കളുമാണ്. ആണല്ലേ? എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോണ ശീലം? തോനെ ദൂരമൊന്നുമില്ല. അവിടം വരെ പോവും, ജംഗ്ഷൻ വരെ പോവും. 2-3 പ്രാവശ്യം പോയിട്ട്. ഈ കാർ റോങ് സൈഡ് ഒന്നാണ് അടിച്ചേക്കുന്നത്? റോങ് സൈഡ് അവിടെ നിന്ന് വന്നല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടിയാണ്. അപ്പം ഇങ്ങോട്ട് തന്നെ പോയി. സൈഡൊക്കെ ഇത് തന്നെ, ഇങ്ങോട്ട് തന്നെ പോയത്. ഓ, അങ്ങനെയാണല്ലേ? സാധാരണ പുള്ളി റോഡിന്റെ മധ്യത്തിൽ കയറി നടക്കുന്ന ആളൊന്നുമല്ല. സൈഡ് ഒഴിഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ട് ഇവർ ഇടിച്ചിട്ടിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ 3 പേരധികം ഉണ്ടായിരുന്നെന്നും അതൊക്കെ രാവിലെ തന്നെ വ്യക്തത ഉണ്ടായിരുന്നു. പോലീസ് എന്ത് പറയുന്നു? പോലീസ് അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയാണ്. അവരതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. രാവിലെ തൊട്ട് ജീപ്പ് എല്ലാ CCTVകളും പരിശോധിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പ്രതികൾ ഉടനെ പിടിക്കപ്പെടും എന്നാണ് നമ്മളെയൊക്കെ വിശ്വാസം. അതെ, ഉടനെ തന്നെ പ്രതികൾ പിടിക്കപ്പെടണമെന്നാണ് നമ്മുടെയും ആഗ്രഹം. കാരണം മറ്റൊന്നുമില്ല, ഒരു അബദ്ധവശാൽ ഒരു വണ്ടി ഇടിച്ച് റോഡിൽ വിട്ട് കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കേണ്ട ചുമതല ആ വണ്ടി ഓട്ടിച്ച ആളിന് തന്നെയാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അതിനകത്ത് 2-3 പേരുണ്ടായെന്ന് പറയുന്നു. ഏതായാലും ഇതിൻ്റെ ഉള്ളിലെ ദുരൂഹത മറന്നേക്ക് പുറത്തു വരണം. ഇനി അവർ മദ്യലഹരിയിലോ വല്ല മറ്റു വല്ല സിന്തറ്റിക് ലഹരിയിലോ മറ്റോ ആണോ എന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഏതായാലും സത്യം പുറത്തു വരട്ടെ. പുറത്തു വരുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്നു. ഇസ്മായിൽ സുരണ്ടി, ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.